ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ പഴം വെച്ചുകൊണ്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പഞ്ചസാര ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മധുരം ഇത്തിരി കുറവ് മതി എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയായിരിക്കും. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് കല്ലിൽ വെച്ചൊന്ന് ചതച്ച് പൊടിയാക്കിയതിന് ശേഷം അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മൈദ കൊണ്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലൊന്ന് കലക്കിയെടുക്കണം. ലൂസാവാൻ പാടില്ല, നല്ല കട്ടിയിലായിരിക്കണം നമ്മളൊന്ന് കലക്കിയെടുക്കേണ്ടത്. ഇനി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നടുഭാഗം ഒന്ന് ഒരു കത്തി കൊണ്ട് വരഞ്ഞെടുക്കാം. അറ്റം തൊട്ട് കീറരുത് കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലാണ് ആ ഫില്ലിങ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ദാ ഇതേപോലെ കത്തി കൊണ്ട് ഈ നടുഭാഗം ഒരു കുഴിയാവുന്ന പോലെ എടുത്തിട്ട് അതിനുള്ളിലത്തെ നാര് എടുത്തു കളയാണ് ചെയ്യുന്നത്. ചിലവർക്ക് ഈ നാര് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് കുഴിയാക്കിയിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതുണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഫില്ലിങ്ങിനകത്ത് കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും അല്ലെങ്കിൽ ബദാം നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പ്ലെയിൻ തേങ്ങയിൽ പഞ്ചസാര ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ തേങ്ങാക്കൂട്ടിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ തേങ്ങാക്കൂട്ട് നമ്മളിത് ഇനി വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ പേസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഞാൻ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ പഴം ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചൂടായ നെയ്യ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഈ പേസ്റ്റ് കൊണ്ട് നമ്മൾ സീൽ ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗം അങ്ങനെ അടർന്നു പോരില്ല, അല്ലെങ്കിൽ ഒലിച്ച് ഇറങ്ങില്ല. അപ്പോൾ അത് ഒന്ന് വെന്ത് അവിടെ ഒന്ന് പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ ഇത് ഇനി എല്ലാ ഭാഗവും ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. കാരണം പഴം കട്ടിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കഴിഞ്ഞാൽ ഉൾഭാഗം വേവില്ല, പുറം ഭാഗം കരിയും ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ സിമ്പിൾ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.